നവംബർ ഭൂമിയെ പിരിഞ്ഞ് സ്വർഗത്തെ ചുംബിച്ചവരുടെ മാസമാണ്. മരിച്ചവരുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പൂക്കളർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിനങ്ങൾ. കത്തോലിക്ക വിശ്വാസ പാരമ്പര്യമനുസരിച്ച് മരണം ഒന്നിൻ്റെയും അവസാനമല്ല. ഇഹലോക ജീവിതാലയം വെടിയുമ്പോൾ സ്വർഗത്തിൽ നമുക്കായി നിത്യസമ്മാനം ഒരുങ്ങുന്നു. മറ്റൊരു വിധത്തിൽ മരണം ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു കടന്നുപോകലാണ്. ക്രിസ്തു മരണത്തെ ജയിച്ച് നിത്യസമ്മാനത്തിലേക്ക് ചേർക്കപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും ആ ക്രിസ്തു നൽകുന്ന ആ നിത്യ സമ്മാനത്തിലേക്ക്, സ്വർഗീയ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. അതിനാൽ തന്നെ മരണപ്പെട്ടവരുടെ വീടുകളിൽ നടക്കുന്ന മൃദുസംസ്കാര ശുശ്രൂഷകൾ അതൊരു ചടങ്ങ് മാത്രമല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഉയർപ്പിലുള്ള പ്രത്യാശയുടെയും ആഘോഷമാണ്. കത്തോലിക്ക സഭയുടെ മൃദുസംസ്കാര കർമ്മം ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും മാത്രമല്ല, മറിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയായ ഉയർപ്പിൽ ഉള്ള പ്രത്യാശ ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടിയാണ്. അതിനാൽ തന്നെ മൃദുസംസ്കാര ചടങ്ങുകളിൽ നടക്കുന്ന ചില ശുശ്രൂഷകൾ നമ്മുടെ നിത്യജീവനിലേക്കുള്ള ഉറപ്പിനെ ദൃഢീകരിക്കുന്നത് കൂടിയാണ്. നവംബർ മാസം നമ്മുടെ പ്രിയപ്പെട്ടവരെ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ ക്രൈസ്തവ മൃദുസംസ്കാര ചടങ്ങിൽ നാം അനുഷ്ഠിക്കുന്ന ചില അടയാളങ്ങളും അതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥതലങ്ങളും നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം.